അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമസ്കരിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെ നായ അയച്ചുവിട്ട് ദ്രോഹിക്കാൻ നോക്കിയ ഇസ്രായേൽ പട്ടാളം. ഉടനെ ജൂതന്മാർക്ക് അത്ഭുതം അള്ളാഹുവിൻ്റെ കുദ്റത്ത് കാണിച്ചു കൊടുത്തു. നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ അഖ്സയിൽ വന്നൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ വലിയ ആഗ്രഹം കൊണ്ടാണ് പള്ളിയിലേക്ക് കയറി വന്നത്. നല്ല ഈമാനുള്ള, നല്ല അച്ചടക്കമുള്ള ഒരു സ്ത്രീയായിരുന്നു. വലിയൊരു ആഗ്രഹമായിരുന്നു മസ്ജിദുൽ അഖ്സയിൽ പോയി ഒന്ന് നമസ്കരിക്കണമെന്ന്. പക്ഷെ അതിന് സാധിച്ചിരുന്നില്ല. മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു സ്ഥലമാണ്. ഒരുപാട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കളൊക്കെ മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആ പുണ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര അത്ഭുതകരമായ കുദ്റത്തിൻ്റെയും മോചിതത്തിൻ്റെ സംഭവങ്ങളാണ്. സഹോദരി തൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം അവിടെ പോയി നമ്മൾ നമസ്കരിക്കണമെന്നാണ്. അമീൻ അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ പറ്റൂലെന്ന് കൃത്യമായി അമീനക്കറിയാം. കാരണം ഇസ്രായേൽ പട്ടാളം അവിടെ നമസ്കരിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമല്ല. എന്നാലും മനസ്സിൽ വല്ലാത്ത കൊതിയാണ് അവിടെ നിന്ന് പോകണം, നമസ്കരിക്കണമെന്നുള്ള. അങ്ങനെ അമീൻ നമസ്കരിക്കാനായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയും അവിടെ പട്ടാളത്തെ കാണുകയും അവരോട് അനുവാദം ചോദിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോൾ അവർ അത് സമ്മതിക്കാതെ വിലക്കുകയും ചെയ്തു. അപ്പോൾ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലമാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്തിലൂടെ അവിടെ കടക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ സ്ത്രീ അങ്ങനെ ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അർദ്ധരാത്രി എഴുന്നേറ്റ് വന്ന അമീന നേരെ മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിച്ചു, നമസ്കാരം തുടങ്ങി. ആ സമയത്താണ് ഈ ഇസ്രായേൽ പട്ടാളം ഈ സംഭവം അറിയുന്നത്. പെട്ടെന്ന് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരം മറ്റുള്ളവർ അറിയിച്ചു. പട്ടാളം അവിടെ ഓടിയെത്തി. ഇവിടെ വിലക്കുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ പ്രാർത്ഥിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ ഇതങ്ങവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ അതിന് ചെയ്തത് അവരുടെ ഏറ്റവും ക്രൂരമായ നായകൾ, ആ നായകളെ അയച്ചുവിട്ട് അവളെ ആക്രമിക്കാൻ, ആ നായകൾ അവളെ ഇഞ്ചിഞ്ചായി ഇങ്ങനെ കടിച്ച് കീറുന്നത് കണ്ടിങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ എടുത്ത തീരുമാനം. അങ്ങനെ ആ ക്രൂരമായ നായകളൊക്കെ ഒരുമിച്ച് കൂട്ടി ആ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക്, ആ ഈ സഹോദരൻ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അയച്ചുവിടാനുള്ള തീരുമാനമെടുത്ത് അതിനെ കമാൻഡർ അവിടെ ഓർഡർ നൽകുകയും നേരെ ആ നായകളെ അയച്ചുവിടുകയും നായ ആക്രമിക്കാൻ വേണ്ടി, കടിച്ചു കീറാൻ വേണ്ടി ഇങ്ങനെ പുറപ്പെട്ട് മീനയുടെ അരികിൽ ഇങ്ങനെ എത്തുകയാണ്. എത്തി ആ നമസ്കരിക്കുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് എത്തുമ്പോഴേക്കും നായകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങോട്ട് കടക്കുന്നില്ല. അമീന സുജൂദിലേക്കുമ്പോൾ നായം സുജൂദിലേക്ക് പോകുന്ന രംഗമാണ് അവർ കാണുന്നത്. നായ്ക്ക് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ പട്ടാളം നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ആ പട്ടാളം നായെ വീണ്ടും അമീനെ ആക്രമിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു. അങ്ങനെ പ്രചോദിക്കുമ്പോൾ നായ നേരെ തിരിഞ്ഞു നിന്ന് ഇസ്രായേൽ പട്ടാളത്തിങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പട്ടാളം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പലരും അവർക്കുള്ള വാഹനങ്ങൾ കയറി രക്ഷപ്പെടാൻ നോക്കി. പട്ടാളത്തെ നായി കടിക്കാനും തുടങ്ങി. ഈ വാർത്ത അങ്ങ് പടർന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു മന്ത്രവാദിയായിരിക്കും ഈ അമീനയിൽ എന്തോ ഒരു മന്ത്രമുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, എന്താ ചെയ്യുന്നത്? അമീനയെ ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത അമീനയെ നാം ശിക്ഷ അമീനക്ക് നൽകണമെന്നുള്ള ഒരു തീരുമാനത്തിൽ പട്ടാളം എത്തുകയും അമീനയുടെ കൃത്യമായ സ്ഥലവും അമീനയെക്കുറിച്ച് കൃത്യമായ വിവരം അവർ ശേഖരിക്കുകയും അമീറക്കൊരു ഭർത്താവും മക്കളുണ്ട്, ഭർത്താവ് രോഗിയാണ്, ആ രോഗിയായ ഭർത്താവിനെ ചികിത്സിക്കുന്ന വലിയ വിഷമത്തിലാണ് അമീന എന്ന് അവർക്കൊക്കെ അറിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കയറി ആക്രമിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അവിടുത്തെ പട്ടാളം എടുക്കുന്നത്. അങ്ങനെ വീട്ടിൽ ആക്രമിക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും കൃത്യമായ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി അമീനയെ ആക്രമിക്കാൻ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ. കാരണം ഈ വാർത്ത ഇങ്ങനെ പടരുമ്പോൾ, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് സംഭവിച്ചു എന്നുള്ള വാർത്ത ഇങ്ങനെ പടരുമ്പോൾ അമീനക്ക് വല്ലാത്തൊരു മനസ്സിന് എന്തെന്ന് ആനന്ദമാണ്. കാരണം
മസ്ജിദുൽ അഖ്സയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ചുറ്റും എന്തോ ഒരു കാവലുള്ളത് പോലെയായിരുന്നു, ഒരു മനസ്സിനൊരു സന്തോഷമായിരുന്നു. അങ്ങനെ വീണ്ടും അമീനയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അമീന ആ പട്ടാളത്തിൻ്റെ നിഴലുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അമീന ഇങ്ങനെ നമസ്കരിച്ച് തിരിച്ചു വരുന്ന രംഗം, ആ സമയത്ത് നായി അമീനയ്ക്ക് ഒരു പട്ടാളം പോലെ, അമീനയ്ക്കൊരു നിഴൽ പോലെ അമീനയെ കൂടെ ഉണ്ടായിരുന്നു. നേരെ അടുത്ത പ്രാവശ്യം ആക്രമിക്കാൻ വേണ്ടി അവർ വീട് പൊളിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ആക്രമിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തൻ്റെ മക്കളോട് വീട്ടിലേക്ക് പോയി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് പട്ടാളം കയറുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട്, കാരണം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ആരെയും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ എല്ലാ വസ്തുക്കളും അവനെ ഭയപ്പെടുമെന്ന് പഠിച്ച അമീന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് അമീന ചോദിച്ചത്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു നമസ്കാരം മാത്രമല്ലേ നമസ്കരിച്ചിട്ടുള്ളൂ, അതിനുവേണ്ടി ഇത്രയും വേണോ എന്ന്. അങ്ങനെ വീണ്ടും നിൻ്റെ ആ നായയുടെ മന്ത്രം ഇനിയൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കൂട്ട നായകളെയാണ് അമീനക്കെതിരെ അവർ അയച്ചുവിട്ടത്. വീണ്ടും ആ സമയത്ത് അവിടെ നടന്നത് അതിനേക്കാളൊരു അത്ഭുതമാണ്. ആ നായ അമീനക്ക് അയച്ചു വിടുമ്പോൾ ആ അമീൻ്റെ അടുക്കിൽ പോയ നായ നേരെ തിരിച്ച് ഇസ്രായേൽ പട്ടാളത്തിനെതിരെ തിരിയുകയും അവരെ ഓടിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ രംഗമാണ് അവിടെ ഉണ്ടാകുന്നത്. സമയത്ത് പട്ടാളം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അമീനയുടെ കഥയിൽ പറയുന്ന ഒരു സംഭവത്തിൽ കേൾക്കാൻ സാധിച്ചത്, ഇത് ഫർദ ധരിച്ചു പോകുന്ന പെണ്ണുങ്ങളെ കാണുമ്പോഴൊക്കെ പട്ടാളം പേടിച്ചിരുന്നതാണ്. അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ എല്ലാം അവനെ ഭയപ്പെടും എന്നതിനിക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അമീനയുടെ സംഭവം. നമുക്ക് ഇന്ന് മുസ്ലിമുകളെ കാണുമ്പോൾ ഒരാൾക്കും ഭയമില്ല, ഒരു പേടിയില്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനോട് ഭയമില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് നാം ജീവിക്കുമ്പോൾ ലോകത്തുള്ള സർവ്വതും അവനെ ഭയപ്പെട്ട് ജീവിക്കും. ഇന്ന് മുസ്ലിമുകളെന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണുന്നുണ്ട്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ അള്ളാഹിനെ നിസ്സാരമാക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹ് നിസ്സാരമാക്കുമ്പോൾ മുസ്ലിമീങ്ങളെല്ലാവരും നിസ്സാരമായി. മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി കാണുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രതിഷേധവും പലയിടത്തും പ്രതിഭട്ടനമൊക്കെ നടത്തുന്നുണ്ട്. എന്ത് കാര്യമാണ്? അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിനെ തഖ്വ ചെയ്യാതെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാതെ നാം ഇങ്ങനെ പ്രതിഭടനയും പ്രതിഷേധങ്ങളും പലതും ചെയ്തിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല. നാമൊക്കെ വിചാരിക്കും നാം ഇങ്ങനെ വലിയ ആളെ കൂട്ടി ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയാൽ മറ്റുള്ളവർ നമ്മളെ പേടിച്ച് നിൽക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. അവർക്കതൊരു പുച്ഛമായേ കാണുന്നുള്ളൂ. നാം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ മതി. ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബ ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കൂ. തീർച്ചയായും ലോകത്തുള്ള എല്ലാവരും നമ്മെ ഭയപ്പെടും, ഉറപ്പാണ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവല്ലേ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഖാഫ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളും അവനെ ഭയപ്പെടുമെന്ന്. ഇതെന്തൊരു തമാശ വാക്കല്ലല്ലോ. ഈ വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും പറഞ്ഞ വാക്കല്ലല്ലോ. ഇതിൻ്റെ ഗൗരവമൊക്കെ നാം മനസ്സിലാക്കിയവരല്ലേ. ഈ വാക്കുകളൊക്കെ നാം പഠിച്ചവരല്ലേ. അപ്പോൾ ഇത്രയെല്ലാം പഠിച്ചിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിനെ നിസ്സാരമായി കാണുമ്പോൾ ജനങ്ങൾ നമ്മെ നിസ്സാരമായി കാണുന്നുണ്ട്. ജനങ്ങൾ നിസ്സാരമായി കാണാനുള്ള കാരണം എന്താ? നാം അള്ളാഹുവിനെ നിസ്സാരമായി കാണുന്നുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ഒരിടത്തും ആരെയും ഭയപ്പെടേണ്ടതില്ല. നോക്ക്, അള്ളാഹുവിനെ നിസ്സാരമായി കാണുമ്പോൾ എല്ലായിടത്തും ഏതിനേരെ ഞാനൊരു മുസ്ലിമാണ് എന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന് പേടിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. തലയിൽ തൊപ്പിയുണ്ടെങ്കിൽ തൊപ്പിയെടുത്ത് നടക്കുന്നവരുണ്ട്, പേടിച്ചിട്ടാണ്. കാരണം മുസ്ലിം എന്ന് വിചാരിച്ചാൽ ആക്രമിക്കുമെന്ന്. താടി വെച്ച് പുറത്തിറങ്ങാൻ പേടിക്കുന്നവരുണ്ട്. എന്തിനാണ് നീ മുസ്ലിമാന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എന്തിനാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. ഒരാളൊന്ന് ചോദിച്ച് നിങ്ങൾ മുസ്ലിമാണെന്ന്, പലരും പറഞ്ഞ് അല്ല എന്ന്. പിന്നെ പള്ളിയിൽ ഉള്ള ഇമാമിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ് ആ കാണുന്ന ഇമാമാണ് മുസ്ലിമെന്ന്. നിങ്ങൾ മുസ്ലിമാണോ എന്ന് അയാൾ ചോദിച്ചു, ഒരു യഹൂദി. അപ്പോൾ പറഞ്ഞു അതെ ഞാൻ മുസ്ലിമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, ഒരു വീട്ടിൽ ഒരു കോഴി അറക്കാനുണ്ടെന്നാ. ഓർ പേടിച്ച് കത്തിയുമായി വരുന്ന സമയത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലുന്ന ഇയാൾ യഥാർത്ഥത്തിൽ കാരണം ഒരു നല്ലൊരു മുസ്ലിമിനെ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം കോഴി ഇറക്കാൻ വേണ്ടി അത്രത്തോളം പേടിച്ച് വറക്കുകയാണ് മുസ്ലിമുകളെന്ന് പറയുമ്പോൾ. മുസ്ലിം എന്ന് പറയാൻ പോലും ധൈര്യം വരാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്?
നമുക്ക് അള്ളാഹുവിനെ നിസാരമായി കാണുന്നു, അള്ളാഹുവിനെ അവഗണിക്കുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനെ ഭയപ്പെട്ട് അവൻ്റെ തഖ്വയിൽ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.